നമസ്കാരം. ഏവരുടെയും വീടുകളിൽ പൊതുവായി ഉണ്ടാകുന്ന ഒന്നാണ് അഴ. അഴ ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്നു എന്ന കാര്യം നാം പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതല്ല എങ്കിൽ അത് ആ വീടുകൾക്ക് ദോഷമാകും. എന്നാൽ ഈ പരാമർശിക്കുന്ന രീതിയിലാണ് വീടുകളിൽ അഴ എങ്കിൽ അത് സർവ്വ ഐശ്വര്യപ്രദമായി മാറും. ആ വീടുകളിൽ ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരാതെ തടയുന്നതിന് സഹായകരമായി തീരും. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ അഴ വീടുകളിൽ കെട്ടുവാൻ ശ്രമിക്കുക. ഇനി അഥവാ തെറ്റായ രീതിയിലാണ് കെട്ടിയിരിക്കുന്നത് എങ്കിൽ അത് തീർച്ചയായും അഴിച്ച് ശരിയായ രീതിയിൽ കെട്ടുവാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ആ ദോഷകരമായ ഫലങ്ങൾ ഒഴിയുന്നതിന് സഹായകരമായി തീരും. ഏവരുടെയും വീടുകളിൽ പലവിധ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ആ സസ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തുളസി. തുളസി ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു സസ്യമാണ്. അതിനാൽ തുളസിത്തറയുടെ അടുത്ത് ഇപ്രകാരം അഴ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമായ ഫലം നൽകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ലക്ഷ്മി നാരായണ പ്രീതി നഷ്ടമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കാരണം അഴയിൽ നിന്നും ഇറ്റ് വീഴുന്നതായ ജലം അശുഭകരമാണ്. അത് തുളസിയിൽ പതിക്കുന്നത് ശുഭമല്ല എന്നതാണ് വാസ്തവം. ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരാം. അതിനാൽ ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. രണ്ടാമത്തേതായ കാര്യം പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടാണ്. പ്രധാന വാതിലിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. മഹാലക്ഷ്മി പ്രവേശിക്കുന്നതായ ഭാഗം, കൂടാതെ വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജം കടന്നു വരുന്നതും പ്രധാന വാതിലിലൂടെയാണ്. അതിനാൽ ഈ ഭാഗത്ത് അഴ പ്രധാന വാതിൽ മറയ്ക്കുന്ന രീതിയിൽ വരികയാണ് എങ്കിൽ ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും പോസിറ്റീവായ ഊർജം തടസ്സപ്പെടുന്നതിന് കാരണമായി തീരും. ഈശ്വരാധീനം കുറയും. നിങ്ങൾ എത്ര തന്നെ കാര്യങ്ങൾ ചെയ്താലും അത് അനുകൂലമായി ഭവിക്കണം എന്നില്ല. അപകട സാധ്യതകൾ വർദ്ധിക്കും. നിങ്ങൾ വീടും പരിസരവുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും വിളക്ക് തെളിയിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എങ്കിൽ പോലും ഇത്തരത്തിൽ ചെയ്യുന്നതായ ചില അബദ്ധങ്ങളാൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ തടസ്സപ്പെട്ടു പോകും. അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകണം. മറ്റൊന്ന് പൂജാമുറിയുമായി ബന്ധപ്പെട്ടാണ്. ഒരു വീടിന്റെ പ്രധാനപ്പെട്ടതായ ഭാഗങ്ങളിൽ ഒന്നാണ് പൂജാമുറി. പൂജാമുറി നിങ്ങൾ ശരിയായ രീതിയിൽ പരിപാലിക്കുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് ഉയർച്ച മാത്രമേ നൽകൂ. അതിനാൽ പൂജാമുറിക്ക് നേരെയായി നിങ്ങൾ അഴ കെട്ടുകയാണ് എങ്കിൽ തടസ്സം വരുന്ന രീതിയിൽ ഫലം ദോഷകരമായിരിക്കും എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തീർച്ചയായും വലിയ ദോഷം വരുന്നതായ ഈ കാര്യം നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പൂജാമുറിയിൽ ഉപയോഗിക്കുന്ന തുണികളായിരുന്നാലും പൂജാമുറിക്ക് അകത്തോ പുറത്തോ ഇങ്ങനെ ഇടരുത്. അകത്ത് ഒരിക്കലും ഇടാൻ പാടുള്ളതുമല്ല. ഇപ്രകാരം നിങ്ങളുടെ പൂജാമുറി അഴയാൽ മറയ്ക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, തടസ്സങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യമാകുന്നു. ദിശകളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനമായും വടക്ക് ദിശയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവായ ഊർജം, ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ദിശ തന്നെയാണ് വടക്ക് ദിശ. അതിനാൽ ഇവിടെ അഴ വരുന്നത് ദോഷകരമാണ്, ശുഭകരമല്ല എന്ന കാര്യം നിസ്സംശയം പറയാം. വടക്ക് കിഴക്ക് ഒരിക്കലും വരരുത്. ഈശ്വരാധീനം കുറയും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വടക്ക് പടിഞ്ഞാറാണ് എങ്കിൽ അത് ഉത്തമമാണ്. ഇവിടെ അഴ കെട്ടുന്നതിലൂടെ ജീവിതത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും വേഗത വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാര്യസാധ്യം എളുപ്പമാകും എന്നതാണ് വാസ്തവം. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക. കിഴക്ക് ദിശയാണ് എങ്കിൽ സൂര്യോദയ സമയത്ത് ഈ ദിശയിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. കിഴക്ക് ദിശയാണ് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സൂര്യോദയം ഈ ദിശയിൽ നിന്നാണ്. ഈശ്വരാധീനം, പോസിറ്റീവായ ഊർജം ഒരു വീടുകളിലേക്ക് ഇരട്ടിയായി പ്രവഹിക്കുന്ന ഒരു ദിശ കൂടിയാണ് കിഴക്ക് ദിശ. അതിനാൽ ഇവിടെ അഴ വരികയാണ് എങ്കിൽ
ഭാഗ്യമാണ് മറയുക. ഭാഗ്യം നിങ്ങൾക്ക് മറയും. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ കടന്നു വരാതെ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. അതിനാൽ ഇവിടെ ഒരിക്കലും നിങ്ങൾ കെട്ടരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കഠിനമായ പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് വരാം. എന്നാൽ എത്ര തന്നെ കാര്യങ്ങൾ ചെയ്താലും ഫലം നിങ്ങൾക്ക് അനുകൂലമാകണം എന്നില്ല. അത്രമേൽ ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. മറ്റൊരു ദിശ തെക്ക് ദിശയാണ്. തെക്ക് ദിശയിൽ ആകാവുന്നതാണ്, ദോഷമില്ല എന്ന് തന്നെ പരാമർശിക്കാം. തെക്ക് പടിഞ്ഞാറാണ് എങ്കിൽ വലിയ ദോഷമാണ് ഫലം. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ മറിയും. ധനം വന്ന് ചേരണം എന്നില്ല. അത് ലഭിക്കാനുള്ള ധനമാണ് എങ്കിലും തടസ്സങ്ങൾ നേരിടേണ്ടതായി വരും. ധനം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കൈകളിലേക്ക് വന്ന് ചേരുന്നതല്ല. തെക്ക് കിഴക്കും ദോഷകരമാണ്. അപകട സാധ്യതകൾ വർദ്ധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് തിരിച്ചടികൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടേ ഇരിക്കേണ്ടതായി വരാം. അതിനാൽ ദോഷകരമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊന്ന് പടിഞ്ഞാറ് ദിശയാണ്. പടിഞ്ഞാറ് ദിശയിൽ അഴയാകാം, തെറ്റുള്ളതല്ല. അതിനാൽ ഈ ദിശയിൽ നിങ്ങൾക്ക് അഴയുണ്ട് എങ്കിൽ അത് നിലനിർത്തുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ പൂജാമുറിക്ക് നേരെ പാടുള്ളതല്ല. ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വീടിനുള്ളിൽ അഴ കെട്ടുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഏവരും അത്തരത്തിൽ കെട്ടുന്നവർ തന്നെയാകാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. മധ്യത്തിൽ, അതായത് ഒരു ഗൃഹത്തിന്റെ മധ്യത്തിൽ മധ്യഭാഗത്ത് ഒരിക്കലും അഴ വരാൻ പാടുള്ളതല്ല. അത് അതീവ ദോഷകരമായ ഫലം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ അപ്രകാരം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ജീവിതം തന്നെ വഴിമുട്ടിപ്പോകുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. അടുക്കളയിൽ ഒരിക്കലും അഴ കെട്ടരുത്. വർക്ക് ഏരിയയിൽ ആകാം. ഇപ്പോൾ ഏവർക്കും അഴയുടെ ആവശ്യം വർദ്ധിച്ചു വരുന്ന സമയമാണ്. കാരണം മഴക്കാലം വരികയാണ്. അതിനാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വർക്ക് ഏരിയയുമായി ബന്ധപ്പെട്ട് അഴ കെട്ടാം. അതിൽ തെറ്റില്ല. ബെഡ്റൂമിൽ പാടില്ല എന്ന കാര്യം ഓർക്കുക. വലിയ ദോഷം തന്നെയാണ്. ഈറൻ വസ്ത്രങ്ങൾ ഇട്ടാൽ മരണദുഃഖതുല്യമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ബാത്റൂമിൽ പലരും ഈറൻ വസ്ത്രം ഇടുന്നവരാണ്. പാടില്ല എന്ന് നിസ്സംശയം പറയാം. ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും ആ വീടുകളിൽ പല കാരണങ്ങൾ കൊണ്ടും ദാരിദ്ര്യം വന്നു ചേരും. ദാരിദ്ര്യം വിട്ടുപോകാത്തതായ സാഹചര്യം, എന്ത് ചെയ്താലും രക്ഷപ്പെടാത്തതായ സാഹചര്യം, ധനപരമായ പ്രയാസങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിൽ നിലനിൽക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ പാടുള്ളതല്ല. എന്നാൽ ടെറസിൽ നിങ്ങൾക്കാകാം. ആ കാര്യങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അഴയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഏവരും വീടുകളിൽ പ്രത്യേകം പാലിക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ ആ ഭാഗ്യം, സൗഭാഗ്യങ്ങൾ പോലും മറഞ്ഞു പോകും.